കൈലാസദൃശ്യകോണെ സുരവിടവിതടെ പാടിയേ മണ്ഡപേ സൻ. നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കല്ലേ. നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്ന രാഹുവിന്റെയും കേതുവിന്റെയും രാശിമാറ്റത്തെ പറ്റിയാണ്. കർക്കിടകം പുണർത്തി കാലും പൂയവും ആയില്യം ചെയ്യുന്ന കർക്കിടകം രാശിക്കാർക്ക് ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകും. മേലധികാരിയുടെ ഇഷ്ടത്താൽ ശമ്പളം കൂടാൻ ഇടവരും. പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടയാവും. ദാനധർമാദികൾ നടത്തും. നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം തിരികെ കിട്ടും. സന്താന ഭാഗ്യം ഉണ്ടാകും. മേലധികാരിയുടെ ഇഷ്ടത്തിന് അനുസരിച്ച് പ്രവർത്തനം കൊണ്ടുവരും. സഹോദര സഹായം ഉണ്ടാകും. ഉപരിപഠനത്തിന് യാത്രയാവും. കലാകാരന്മാർക്ക് പുതിയ വ്യവസ്ഥകളിൽ എഗ്രിമെന്റ് വെക്കാൻ ഇടവരും. ആത്മീയ ധ്യാനം അത്യാവശ്യമാണ്. വീട് പണി പൂർത്തിയാക്കും. ഇപ്പോഴുള്ള വാഹനന്മാർ പുതിയ വാഹനം മേടിക്കാൻ ഇടവരും. പുതിയ ബിസിനസ്സിൽ ഏർപ്പെടും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ നല്ല സമയമാണ്. അവർ പഠിക്കുന്ന രീതി അനുസരിച്ച് വിദേശ ജോലി അവർക്ക് ലഭിക്കും. പുതിയ ബിസിനസ് അന്വേഷണക്കാർ തുടങ്ങും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ഇവർക്ക് എത്തിച്ചേരും. നല്ല വിവാഹബന്ധങ്ങൾ വന്നുചേരും. പൂർവിക സ്വത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നെന്ന് മാറിക്കിട്ടും. പിതാവുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാൻ സന്താനങ്ങൾക്ക് ഇടവരാൻ ഇടയുണ്ട്. ഇഷ്ട ആളുകളുടെ വേർപാട് ഓർക്കാപ്പുറത്ത് സംഭവിക്കും. ഈശ്വരാധീനം ഉണ്ടെങ്കിലും സന്താനങ്ങളാൽ മനപ്രയാസം കുറയാൻ ഇടവരും. ഒരു പഠനത്തിന് ഉദ്ദേശിച്ച ജോലി ലഭിക്കും. പുതിയ പദ്ധതികൾ ഏറ്റെടുക്കും. ജീവിത പങ്കാളിക്ക് പുതിയ ജോലി ലഭിക്കും. ദീർഘമായ വീക്ഷണം പുതിയ പ്രയോജനങ്ങൾ ലഭിക്കുക ഇടവരും. ആരോഗ്യം മെച്ചമാണ്. കണ്ടകശനി മാറി സമ്പത്തിൽ ഉച്ചത്തിൽ വരും. കടങ്ങൾ വീടും. തൊഴിലിൽ പുരോഗതി ഉണ്ടാവും. പുതിയ വീട് വയ്ക്കാൻ ഇടവരും.
മുഴങ്ങിക്കിടന്ന വിവാഹങ്ങൾ നടക്കും. കമിതാക്കളുടെ ആഗ്രഹം സബലീകരിക്കും. സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവും. ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലമാറ്റം പ്രതീക്ഷിക്കാം. ചൊവ്വ ബലവാനായിട്ട് 9 നിൽക്കുന്നത് കൊണ്ട് കേസ് വിഷയങ്ങൾ ജയിക്കും. കാർഷിക രംഗത്തിലുള്ളവർക്ക് പുതിയ തീരുമാനങ്ങളിലെത്തും.